ഹായ് ഹലോ. നമ്മളിന്നിവിടെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മുടെ ഫിസിക്സിൽ മോഷനുമായി അസോസിയേറ്റ് കൊണ്ടിരിക്കുന്ന ഏത് ചാപ്റ്ററിൻ്റെയും അടിസ്ഥാന ആശയങ്ങളെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പം ഓരോ മോഷൻസും നമ്മൾ പല പല രീതികളിൽ നമ്മൾ പറയാറുണ്ട്. അതിൽ ഒരു കാറ്റഗറിയാണ് ഇപ്പോൾ ഇത്. അതായത് ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. ഇതിനു വേണ്ടി നമുക്ക് മോഷൻ ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ എന്നും നമുക്ക് വേണേൽ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ആക്ച്വലി വാട്ട് ഈസ് മോഷൻ എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. കാരണം മോഷൻ എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ കാണാറുണ്ട്. കാറുകൾ, ബസ്സുകൾ, ട്രെയിന്, ഇല്ലേ, ഫ്ലൈറ്റ്, വിമാനങ്ങൾ, അങ്ങനെ പറഞ്ഞുകൊണ്ട് പല പല മോഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഒരു കാറ്റടിക്കുമ്പം മരത്തിൻ്റെ ഇലകൾ ഇളകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് മോഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് മോഷൻ എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ഒരു ഉത്തരമാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ റസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നിശ്ചലമായിരിക്കുക എന്ന് പറയുന്നതാണ് മറ്റൊരു കോൺസെപ്റ്റ്. അപ്പം മോഷൻ, റസ്റ്റ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ മോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഇത്രയേ പറയത്തുള്ളൂ. ഒരു ബോഡിയുടെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, മോഷൻ എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ഒരു ബോഡി മോഷനിലാണ് എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം സമയത്തിനനുസരിച്ചിട്ട് പൊസിഷൻ മാറുകയാണ്, അല്ലേ? അപ്പോൾ ആ പൊസിഷൻ മാറ്റം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? അതിൻ്റെ ചുറ്റിലുമുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ റസ്റ്റിലിരിക്കുന്ന, ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മളൊരു കാർ ഓടിച്ചു പോവുകയാണെങ്കിൽ ആ കാറ് മോഷനിലാണ് നമ്മൾ പറയുന്നത്. ടൈമിനനുസരിച്ച് മാറുന്നു എന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള വല്ല കെട്ടിടങ്ങളോ മരങ്ങളോ അങ്ങനെയുള്ള റസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യും, റഫറൻസ് ആക്കി എടുക്കും. അപ്പം ആ റഫറൻസിൽ നിന്നും നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മോഷനിലാണ്, അകലുന്നില്ലെങ്കിൽ നമ്മൾ റസ്റ്റിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു റഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മോഷൻ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റസ്റ്റും പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും റിലേറ്റീവാണ്. മോഷൻ ആൻഡ് റസ്റ്റ് ആർ റിലേറ്റീവ്. കാരണം രണ്ടും നമുക്കൊരു റഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പം വൺ ഡയമെൻഷണൽ മോഷനിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ പറയുന്ന മോഷന് ഒരു പാത്തേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് പാത്തായിരിക്കും ഈ കാണുന്ന മോഷനിലെ ഒരു ബോഡിയുടെ മോഷൻ്റെ പ്രത്യേകത. അതുകൊണ്ട് മോഷൻ ആൻഡ് റസ്റ്റ്, ഓക്കെ, ദേ ആർ റിലേറ്റീവ്. എക്സ്പ്ലെയിൻ എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്താ പറയേണ്ടത്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക: ടു എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റസ് ഓഫ് മോഷൻ വി ആർ സപ്പോസ് ടു കൺസിഡർ എ റഫറൻസ്. സിമിലർലി ടു എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റസ് ഓഫ് റസ്റ്റ് വി ആർ സപ്പോസ് ടു കൺസിഡർ എ റഫറൻസ്. അതുകൊണ്ട് നമുക്കെന്ത് പറയാം, മോഷനും റസ്റ്റും റിലേറ്റീവാണ്. കാരണം മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് ഈ രണ്ട് അവസ്ഥകളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ആ റഫറൻസ് ആയിരിക്കും. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു പ്ലെയിൻ കാണാം. ഒരു റെക്റ്റാങ്കുലർ പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെയോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡിൻ്റെയോ 3 ഫിംഗറുകൾ നമ്മളിങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 2 ഫിംഗറുകൾക്കിടയിൽ ഒരു പ്ലെയിൻ ഉണ്ട്, ഈ 2 ഫിംഗറിനടുക്ക് ഒരു പ്ലെയിൻ ഉണ്ട്, ഈ 2 ഫിംഗറിനടുക്കും ഒരു പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 പ്ലെയിനുകൾ ചേരുമ്പോഴുള്ള ഒരു കേസാണ് റെക്റ്റാങ്കുലർ പ്ലെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഈ കാണുന്ന ഒരു പ്ലെയിനിൽ എക്സ് ആക്സിസ് ഒരു റഫറൻസ് ആണ്. ഓക്കെ, എക്സ് ആക്സിസ് ഒരു റഫറൻസ് ആണ്. അതാ ഈ ആക്സിസ് ഒരു റഫറൻസ് ആണ്, വൈ ആക്സിസ് ഒരു റഫറൻസ് ആണ്, സെഡ് ആക്സിസ് ഒരു റഫറൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു മോഷൻ പറയാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ആക്സിസ് മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് നമ്മൾ പറയാം. അതുപോലെ തന്നെ ഒരു മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതിലെ 2 ആക്സിസുകൾ നമുക്ക് ഒരേ സമയം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ടൈപ്പ് മോഷനാണ്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ 3 ആക്സിസും ഒരേ സമയം നമുക്ക് പരിഗണിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് വേറൊരു ടൈപ്പ് മോഷനാണ്. അതും നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വൺ ഡയമെൻഷൻ മോഷൻ എന്നാണ്, അഥവാ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്നാണ് പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു റഫറൻസ് ഫ്രെയിമിൽ, ഇതൊരു റഫറൻസ് ഫ്രെയിമാണ്. ഇവിടുത്തെ റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്.
ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റാണ് റെഫറൻസ് പോയിൻ്റ് എങ്കിൽ അവിടെ നമുക്ക് 3 ആക്സിസുകളിൽ ഏതെങ്കിലും ഒരു ആക്സിസ് മാത്രം വെച്ച് നമ്മൾ പറയുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുക, 1 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുക, അഥവാ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്, ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോഷൻ ആൻഡ് റെസ്റ്റ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് മോഷൻ ആൻഡ് റെസ്റ്റ്, അതുമല്ലെങ്കിൽ മോഷൻ ആൻഡ് റെസ്റ്റ് ആർ റിലേറ്റീവ്, എക്സ്പ്ലെയിൻ എന്നൊരു ചോദ്യം വരും. അപ്പോൾ ഉത്തരം കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ മോഷൻ എന്ന് പറയുന്ന അവസ്ഥയും റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അവരെന്താവുന്നത് റിലേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അങ്ങനെ കൊടുക്കുക. അപ്പം ദ മോഷൻ ഓഫ് എ ബോഡി ക്യാൻ എക്സ്പ്ലെയിൻ ഓൺലി ഇൻ ടേംസ് ഓഫ് എ റെഫറൻസ്. Similarly, the rest of a body is also explained in terms of a reference so that they are relative എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങ് അവസാനിപ്പിക്കാം. ഇനി എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്, എന്താണ് റെഫറൻസ് പോയിന്റ് എന്ന് ചോദിച്ചാൽ അത് നമ്മൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെഫറൻസ് പോയിന്റും റെഫറൻസ് ഫ്രെയിമും നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇപ്പം നിങ്ങളൊരു കാർ ഓടിച്ച് പോവുകയാണ്, അപ്പം നിങ്ങൾ റോഡിലൂടെ ഇങ്ങനെ കാർ ഓടിച്ച് പോകുന്നത് നിങ്ങൾ മോഷനിലാണ് നിങ്ങൾ പറയുന്നത് ആ റോഡിലുള്ള ഏതെങ്കിലും ഒരു മരത്തെയോ ഒരു കെട്ടിടത്തെയോ റെഫറൻസ് ആക്കി എടുത്തിട്ടാണ്. അപ്പം റെഫറൻസ് പോയിന്റ് നമുക്ക് എന്തും എടുക്കാം, ഒറ്റ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. മോഷനാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെസ്റ്റിലുള്ളൊരു ബോഡിയെ എന്ത് ചെയ്യണം, റെഫറൻസ് ആക്കി എടുക്കണം. ഇനി റെസ്റ്റാണ് പറയുന്നതെങ്കിലോ തിരിച്ച് മോഷനിലുള്ളൊരു ബോഡിയെ നമ്മൾ എന്താക്കണം, റെഫറൻസ് ആക്കി എടുക്കണം. അതുകൊണ്ട് അത് നമ്മളുടെ ഒരു കൺവീനിയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് പറയാം. അപ്പോൾ സയൻറ്റിഫിക് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും ലോജിക്കലി അത് വളരെ ഈസി ആയിട്ടൊരു കൺസെപ്റ്റാണ്. നമ്മൾ എന്ത് പറയുമ്പോഴും ഒരു റെഫറൻസ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ 2 സ്റ്റേറ്റസും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് റെഫറൻസ് ഫ്രെയിം എന്താണെന്ന് ചോദിച്ചാൽ ദ ഫ്രെയിം വിച്ച് വി കൺസിഡർ ടു എക്സ്പ്ലെയിൻ ദ മോഷൻ ഓർ റെസ്റ്റ് ഈസ് നോൺ ആസ് റെഫറൻസ് ഫ്രെയിം. നമുക്ക് ഒരു നോട്ട് ബുക്കിലോ ഒരു ടെക്സ്റ്റ് ബുക്കിലോ ഈ പറയുന്ന മരത്തെയോ കെട്ടിടത്തെയോ അല്ലെങ്കിൽ റോഡിനെയോ നമുക്ക് എന്ത് ചെയ്യാൻ കാണില്ല, വരച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത്തരം മോഷൻസ് ഒക്കെ ഇവിടെ പറയാൻ നമ്മൾ ഗ്രാഫാണ് ഉപയോഗിക്കാറുള്ളത്. ഗ്രാഫിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക എന്ത്, എക്സ് ആക്സിസ് ഒരു ഡയറക്ഷനാണ്, വൈ ആക്സിസ് വേറൊരു ഡയറക്ഷനാണ്, സെഡ് ആക്സിസ് മറ്റൊരു ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പാത്തിലൂടെ മാത്രമാണ് പറയുന്നതെങ്കിൽ അത് 1 ഡയമെൻഷണൽ മോഷനാണ്. ഇനി രണ്ടും ഒരേ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് 2 ഡയമെൻഷൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി മാത്രമാണത്. അപ്പം ജനറലി നമ്മൾ ഒരു ഫിസിക്സ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് എന്താണ് റെഫറൻസ് ഫ്രെയിം എന്ന് ചോദിച്ചാൽ നമ്മൾ ആ മോഷൻ അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് പറയാൻ നമ്മൾ എന്തിനെയാണോ അടിസ്ഥാനപ്പെടുത്തുന്നത് അതാണ് നമ്മുടെ റെഫറൻസ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, എർത്തിനെ റെഫറൻസ് ആക്കി വെക്കുകയാണ്, ഞാൻ ഇങ്ങനെ നിൽപ്പുണ്ട്, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി എടുത്ത ഉടനെ പറഞ്ഞു റെസ്റ്റിലാണ്, കാരണം എർത്തിൽ നിൽക്കുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് പൊസിഷൻ മാറുന്നത് കുട്ടി കാണുന്നില്ല, അപ്പോൾ പറയാം സ്വാഭാവികമായിട്ട് റെസ്റ്റിലാണെന്ന് പറയാണ്. അപ്പോൾ ആരെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, എർത്തിനെ റെഫറൻസ് എടുത്തിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ റെസ്റ്റിലാണെന്ന് നിങ്ങൾ പറഞ്ഞത് അല്ലേ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പ്ലാനറ്റിലാണ്, ലൈക്ക് എന്താണ് മാർസിലോ ജുപ്പിറ്ററിലോ ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങൾ ആ മാർസിൽ നിന്നുകൊണ്ട് എന്നെ നോക്കുമ്പം നിങ്ങൾ എന്താ കാണുന്നത്, ഞാൻ റെസ്റ്റിലല്ല, ഞാൻ മോഷനില്ല. കാരണം എർത്ത് കറങ്ങുന്നുമുണ്ട്, എർത്ത് റിവോൾവ് ചെയ്യുന്നുമുണ്ട് അല്ലേ, ഇത് രണ്ടും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ മോഷനാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് റെസ്റ്റ് എന്ന്, ഇപ്പം നിങ്ങൾ പറയുന്നു മോഷൻ. അപ്പം റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയും മോഷൻ എന്ന് പറയുന്ന അവസ്ഥയും റിലേറ്റീവ് ആണെന്ന് മനസ്സിലായി. കാരണം റെഫറൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് നമ്മൾ പറയുന്നത്. ഇപ്പം എർത്തിൽ നിൽക്കുന്നൊരു ഒബ്ജക്റ്റിന് എർത്ത് റെഫറൻസ് ആക്കി എടുത്തപ്പം അവിടെ നിങ്ങൾ റെസ്റ്റ് പറഞ്ഞപ്പം അതേ ഒബ്ജക്റ്റ് മാർസ് എന്ന് പറയുന്ന പ്ലാനറ്റ് റെഫറൻസ് ആക്കി എടുത്തപ്പം മോഷനിലായിട്ട് മാറി. അതുകൊണ്ട് ഇവരെന്താണ്, റിലേറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ലോജിക്കലാണ്. സോ റെഫറൻസ് എന്താണ്, ഫ്രെയിം എന്താണ്, റെഫറൻസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ എർത്തിൻ്റെ എക്സാമ്പിൾ മതി നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ നാളെ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ത്, വാട്ട് ഈസ് മീൻ ബൈ റെഫറൻസ് ഫ്രെയിം. അപ്പം നിങ്ങൾ എന്ത് കൊടുക്കൂ ആൻസർ, ഇറ്റ് ഈസ് ദ ഫ്രെയിം വെർ വി കൺസിഡർ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റസ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് ഓഫ് എ ബോഡി.
ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ് അല്ലേ, എന്തുമാവാം അത്. അതിന് നിങ്ങളൊരു സിമ്പിൾ എക്സാമ്പിൾ കൊടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങളുടെ സാഹചര്യത്തിൽ ഇപ്പം നിങ്ങളുടെ മോഷൻ പറയാൻ നിങ്ങൾ ഒരു മരത്തെ അടിസ്ഥാനപ്പെടുത്തി കാർ എടുത്ത് ഓടിച്ചു. അപ്പം മരം അവിടെ റെസ്റ്റിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്താണ് ഫിക്സ് ചെയ്തത്. കാരണം മരം ഇങ്ങനെ ഓടി നടക്കത്തില്ല അല്ലേ. അതുകൊണ്ട് മരമാണ് നിങ്ങളുടെ എന്ത് റെഫറൻസ് എങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ പൊസിഷൻ മാറുമ്പോൾ അത് മോഷനായിട്ട് മാറുന്നില്ലെങ്കിൽ അത് റെസ്റ്റായിട്ട് നിങ്ങൾ കണക്കാക്കും. അതുകൊണ്ട് റെഫറൻസ് ഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോജിക്കൽ കേസ് മാത്രമാണ്. നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ടുള്ള മോഷൻ പറയാനുള്ള അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥ പറയാനുള്ള ഒരു ലോജിക്കൽ പാർട്ടാണ് ഈ റെഫറൻസ്. അപ്പം ഈ റെഫറൻസ് ഫ്രെയിമിൽ തന്നെ നമ്മൾ ഒരു പോയിന്റാണ് റെഫറൻസ് പോയിന്റ് ആയിട്ട് കണക്കാക്കുക. അതുകൊണ്ട് ഈ റെഫറൻസ് ഫ്രെയിമിൽ ഈ ഒ എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് എന്ന് കാണിക്കുക. അതിനെ നമ്മൾ ഒറിജിൻ എന്നും പറയാറുണ്ട് ഇത്തരം കേസുകളിൽ. അപ്പം ഒറിജിനിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. ഇപ്പം ഈ പോയിന്റ് നിന്ന് ഇതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ എന്ത് മാറിക്കൊണ്ടിരിക്കുന്നു, എക്സ് ആക്സിസിൽ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം അത് മോഷനാണ്, എലോങ് എക്സ് ആക്സിസ് ആണ്. അങ്ങനെ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്നും വിളിക്കാൻ പറ്റും. അപ്പം മനസ്സിലായല്ലോ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, എന്താണ് മോഷൻ, എന്താണ് റെസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു ചിന്തയിൽ നിന്നും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനം മാത്രമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് റെഫറൻസ് എടുക്കാം. In order to specify the position of object, we take reference point and a set of axes. Okay, this is the reference point O and these are the set of the axes. ഈ ആക്സിസിൽ ഈ ഒരു എന്താണ് ഫ്രെയിമിനകത്ത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് കണ്ടോ, എക്സ് വൈ സെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ എക്സിലൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, വൈയിലൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, സെഡിലൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അങ്ങനെ 3 ഡിസ്പ്ലേസ്മെന്റുകൾ വരുമ്പം ആ കോർഡിനേറ്റ് ആണ് നമ്മൾ എങ്ങനെ എഴുതുക, എക്സ് വൈ സെഡ് എന്ന് എഴുതുക. ദാറ്റ് മീൻസ് നിങ്ങൾ 1 1 1 എന്നിങ്ങനെ ഒരു പോയിന്റിന്റെ എ എന്ന് പറയുന്നൊരു പോയിന്റ് ഈ പ്ലെയിനിൽ 1 1 1 എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ്. കുറച്ച് കഴിഞ്ഞപ്പം ആ എ എന്ന് പറയുന്ന പോയിന്റ് 2 2 2 എന്നതിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത പോയിന്റ് അല്ലെങ്കിൽ ബോഡി അത് ആദ്യം 1 1 1ലായിരുന്നു. അതായത് എക്സ് ആക്സിസിൽ 1 ആണ്, വൈ ആക്സിൽ 1 ആണ്, സെഡ് ആക്സിസിൽ 1 ആണ് എന്ന് പറയുമ്പോൾ അത് ഈ 3ഉം കൂടെ ചേരുന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്, അതേ ബോഡി ഇപ്പം 2 2 2ലെത്തി. എന്ന് പറഞ്ഞാൽ എക്സിൽ 2 ആണ്, വൈയിൽ 2 ആണ്, സെഡിൽ 2 ആണ്. അതായത് ഈ ആദ്യം നിന്നിടത്ത് നിന്നും 1 യൂണിറ്റും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അത് വേറൊരു പോയിന്റായി. എന്ന് പറഞ്ഞാൽ ഈ കോർഡിനേറ്റ്സ് പോരെ നമുക്ക് എന്ത് പറയാൻ, ബോഡി മോഷനിലാണെന്ന് പറയാൻ. അപ്പം ഇതിൽ നിങ്ങൾ ഈ 3 വാല്യൂസും കൊടുക്കുമ്പം ആ 3 കോൺസെപ്റ്റും കൂടെ വരും അവിടെ. ഇനി നിങ്ങൾക്ക് പകരം ഇങ്ങനെയാണ് A 1 0 0 A 2 0 0 എന്ന് എഴുതുമ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, എക്സ് വാല്യൂ മാത്രമാണ് ഇവിടെ എന്തായിരിക്കുന്നത്, ചേഞ്ച് ആയിരിക്കുന്നത്. വൈ വാല്യൂവും സെഡ് വാല്യൂ ഒരു മാറ്റവും ഇല്ല. അപ്പം ഇതെന്ത് മോഷനാണ്, ഇതാണ് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന 1 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുമ്പം അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പം നാളെ എ ഇങ്ങനെ കൊടുക്കുകയാണ് 0 1 0, കുറച്ച് കഴിഞ്ഞപ്പോൾ A 0 2 0. ഇവിടെ എന്ത് മാത്രമേ മാറുന്നുള്ളൂ, വൈ വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. എക്സ് വാല്യൂവിൽ മാറ്റമില്ല, സെഡ് വാല്യൂവിൽ മാറ്റമില്ല. അപ്പോൾ ഇത് ഏത് മോഷനാണ്, ഇതും 1 ഡയമെൻഷണൽ മോഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, A 0 0 1 A 0 0 2 എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്ക്, സെഡ് വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ, എക്സ് വാല്യൂ വൈ വാല്യൂ മാറുന്നില്ല. അപ്പോൾ ഇതും എന്താണ്, 1 ഡയമെൻഷനാണ്. അങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് ഇനി ഒരു മോഷൻ 1 ഡയമെൻഷൻ ആണോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ജസ്റ്റ് ഗിവിങ് ദ കോർഡിനേറ്റ്സ്. ആ കോർഡിനേറ്റ് സിസ്റ്റം നോക്കിയിട്ട് പറഞ്ഞൂടെ, ഇത് കണ്ടാൽ 1 ഡയമെൻഷൻ ആണ്, ഇത് കണ്ടാൽ 1 ഡയമെൻഷൻ ആണ്. എന്നാൽ ഇതെന്തല്ല, 1 ഡയമെൻഷൻ അല്ല. കാരണം ഒരു ബോഡി ഒരു പ്ലെയിനിലൂടെ പോകുന്നുണ്ട്, ഒരേ സമയം എക്സിലും വൈയിലും സെഡിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു റൂമിനകത്ത് ഇരിക്കുവാണ്, ഇത് കണ്ടുകൊണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ തൊട്ടടുത്ത് എത്ര വാൾസ് ഉണ്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് തൊട്ടടുത്ത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിലൊരു വാളുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊരു വാളുണ്ട്, പിറകിലൊരു വാളുണ്ട്, ഫ്രണ്ടിലൊരു വാളുണ്ട്, അപ്പിലൊരു വാളുണ്ട്, ബിലോ ഒരു വാളുണ്ട്. ഈ 6 വാൾസ് നിങ്ങളുടെ സറൗണ്ടിങ്സിലുണ്ട്. ഇതിൽ നിങ്ങളുടെ പൊസിഷൻ കൃത്യമായിട്ട് പറയാൻ
അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വാളിലല്ലല്ലോ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ വാളിൽ നിന്നുള്ള അകലം ഒരു പൊസിഷൻ അല്ലേ, മറ്റേ വാളിൽ നിന്നുള്ളൊരു അകലം മറ്റൊരു പൊസിഷൻ, താഴേന്നോ അല്ലെങ്കിൽ മേലേന്നോ ഉള്ളൊരു അകലം മൂന്നാമത്തെ ഒരു പൊസിഷൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ അറ്റ്ലീസ്റ്റ് ഈ 3 വാളുകളിൽ നിന്നുള്ള അകലമായിട്ട് നിങ്ങൾ എഴുതുമ്പോഴാണ് ഇങ്ങനെ ഒരു കോർഡിനേറ്റ് വാല്യൂ കിട്ടുക. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിവിടെ നിൽക്കുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു വാൾ കിടപ്പുണ്ട്, അവിടുന്ന് 2 മീറ്റർ ദൂരെയാണ് ഞാനുള്ളത്. അപ്പോൾ അവിടുന്ന് 2 മീറ്റർ. ഇനി ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് 1 മീറ്ററാണ്, അപ്പോൾ 1 മീറ്റർ. മേലെ നോക്കിയപ്പോൾ ഇറ്റ് ഈസ് 1 മീറ്റർ. അപ്പം എങ്ങനെ എഴുതും? എക്സ് എന്ന്, ഇത് എക്സ് ആണെങ്കിൽ എക്സ് എന്ന് 2, വൈ എന്ന് 1, സെഡ് എന്നും 1. അപ്പോൾ 2, 1, 1 എന്ന് ഞാൻ എഴുതുന്നത് ഈ 3 വാല്യൂസാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഇവിടുന്ന് ഞാൻ മുന്നോട്ട് നീങ്ങിയാലും ഈ 3 വാല്യൂസ് ഒരുമിച്ച് മാറും, ഒരെങ്കിലും ഒരു വാല്യൂ മാത്രമായിട്ട് മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മോഷൻ ഒരു പ്ലെയിനിലുള്ള മോഷനാണ്. ഓക്കെ, അതേസമയം ഞാൻ പറഞ്ഞെന്താണ്, ഒരു ലൈൻ, മോഷൻ അലോങ് എ ലൈൻ വരുമ്പോഴാണ് നമ്മൾ എന്താക്കേണ്ടതിനെ 1 ഡയമെൻഷനാക്കി കണക്കാക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും. വാട്ട് ഈസ് മീൻ ബൈ മോഷൻ, വാട്ട് ഈസ് മീൻ ബൈ റസ്റ്റ്, ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ദ റഫറൻസ് ഫ്രെയിം എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ലോജിക്ക് എന്ന് മറുപടി പറഞ്ഞാൽ മതി കേട്ടോ. റഫറൻസ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പോയിന്റ് ഓഫ് റഫറൻസ് വിച്ച് വി കൺസിഡർ ടു എക്സ്പ്ലെയിൻ ദ മോഷൻ ഓർ റസ്റ്റ് ഈസ് കോൾഡ് റഫറൻസ് ഫ്രെയിം ആൻഡ് ദ പോയിന്റ് ഈസ് നോൺ ആസ് റഫറൻസ് പോയിന്റ് എന്ന് വളരെ മനോഹരമായിട്ട് അങ്ങ് എഴുതി കൊടുത്തേക്കുക. ദാറ്റ്സ് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏത് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഒബ്ജക്റ്റിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന ഒരു സങ്കല്പത്തിലാണ് പറയുക, പോയിന്റ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലായി. ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി പോയിന്റ് ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ബൈ ഡിസ്റ്റൻസസ് വിച്ച് ആർ മച്ച് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സൈസ്. ഓക്കെ, അതായത് ഏത് ബോഡിയാണ് പോയിന്റ് ഒബ്ജക്റ്റ് ആവുന്നത്, അതും ഒരു ചിന്തയിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്, നമ്മുടെ ചിന്തയിൽ നിന്നുണ്ടായതാണ്. എങ്ങനെയാ? ഇപ്പം ഒരു ബോഡിയുടെ മോഷൻ, അയാളിപ്പം ഒരു 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ട്രാവൽ ചെയ്തിരിക്കുന്ന ദൂരവും അയാളുടെ സൈസും എന്താണ് കമ്പയർ ചെയ്യുമ്പം ആ ഡിസ്റ്റൻസ് ഭയങ്കര വലുതാണ്. ഓക്കെ, കാരണം അയാളുടെ ഹൈറ്റ് എത്രയാണ്? ഇറ്റ്സ് ജസ്റ്റ് 1.2 മീറ്റർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് 1.2 or 1.3 മീറ്റർ ഹൈറ്റുള്ള ഒരാൾ 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറയുമ്പം ആ 1000 കിലോമീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അയാളുടെ ഉയരവുമായിട്ട് സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെരി ലാർജാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസിൻ്റെ മുന്നിൽ ഈ സൈസ് എന്താണ്? ഒരു കുഞ്ഞു സൈസാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുക. അതുകൊണ്ട് ഫിസിക്സിൽ പലപ്പോഴും ഈ പോയിന്റ് ഒബ്ജക്റ്റ് കൺസെപ്റ്റ് ഒരു റിലേറ്റീവ് കൺസെപ്റ്റാണ്. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ എന്താണ് ലോജിക്കൽ സൈഡും. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി പോയിന്റ് ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ബൈ ഡിസ്റ്റൻസ് വിച്ച് ആർ മച്ച് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സൈസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, റെവല്യൂഷൻ ഓഫ് എർത്ത് അറൗണ്ട് സൺ. ഓക്കെ, അപ്പോൾ അതിൽ എർത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വെരി സ്മോൾ കമ്പയർഡ് ടു ലെങ്ത് ഓഫ് ഇറ്റ്സ് ഓർബിറ്റ് അറൗണ്ട് ദി സൺ അല്ലേ? കാരണം സണ്ണിന് ചുറ്റും എർത്തിന് കറങ്ങി വരാൻ ഏകദേശം 365 ദിവസം എടുക്കുന്നുണ്ട് അല്ലേ? എർത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 12,000 കിലോമീറ്ററാണ്. ഓക്കെ, അല്ലെങ്കിൽ 13,000 കിലോമീറ്ററിന് അടുത്താണ് വരുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഡയമീറ്ററും ഈ 365 ദിവസം കൊണ്ടാണ് എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങി വരുന്നത്. അപ്പോൾ അയാളുടെ കറങ്ങിയ ഡിസ്റ്റൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും അത് വളരെ വലിയ ഡിസ്റ്റൻസാണ്. 365 ദിവസം കൊണ്ടേ ഉള്ളൂ സണ്ണിന് ചുറ്റും എർത്തിന് കറങ്ങി തിരിഞ്ഞു വരാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസും എർത്തിൻ്റെ ഡയമീറ്ററും കമ്പയർ ചെയ്യുമ്പം എർത്ത് എന്താണ്? പോയിന്റ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ചില ആളുകൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഒബ്ജക്റ്റ് എന്നൊക്കെ അങ്ങ് വിചാരിക്കും. അങ്ങനെയല്ല, നമുക്കതൊരു കമ്പാരിസൺ ആണ്. അതും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചിന്തയിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. എന്ത് പറയാൻ വേണ്ടിയിട്ട്? ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാണ്, എന്താണ് വാട്ട് ഈസ് മീൻ ബൈ പോയിന്റ് ഒബ്ജക്റ്റ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം എന്താ കൊടുക്കേണ്ടത്? ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് is not possible to compare with the distance of journey or something like that. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഒബ്ജക്റ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. ഇപ്പൊ നോക്ക്, എർത്തിൻ്റെ സൈസ് അല്ലേ ചെറുതാണ് എന്നാ പറയുന്നത്. അല്ല, നമുക്കറിയാലോ എർത്ത് വളരെ വലിയൊരു ബോഡിയാണ് നമുക്കറിയാം. പക്ഷെ അത് ചെറുതാണ് എപ്പം? നമ്മൾ ഈ പറയുന്ന സണ്ണിന് ചുറ്റും കറങ്ങി വരുമ്പം അയാൾ സഞ്ചരിച്ചു എന്ന് പറയുന്ന ദൂരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കുഞ്ഞു സൈസാണ്.
അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ സൈസുമായിട്ട് കമ്പയർ ചെയ്യാൻ എർത്തൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് വാട്ട് ഐ മീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്. രണ്ടാമത്തത്, എ കാർ ട്രാവലിംഗ് ഫ്യൂ 100 kilometers മേ ബി റിഗാർഡഡ് ആസ് പോയിന്റ് ഒബ്ജക്റ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെയാണ് അല്ലേ. ഒരു കാർ നോക്കിയേ, എത്ര ദൂരം പറഞ്ഞു, ഫ്യൂ 100 kilometers. അപ്പോൾ കാറിൻ്റെ ലെങ്ത്ത് ഇറ്റ്സ് കമ്മിങ് അറൗണ്ട് നമുക്കെന്താണ് 1.5 meter അല്ലെങ്കിൽ 2 meters ആണെന്ന് കരുത്, അല്ലെങ്കിൽ 3 meters ആണെന്ന് കരുതിക്കോ. ഇത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചു എന്ന് പറയുമ്പം ആ സഞ്ചരിച്ച ദൂരവും കാറിൻ്റെ വലിപ്പവും നിങ്ങൾ കമ്പയർ ചെയ്യൂ. ഇവിടെ കാറിൻ്റെ വലിപ്പത്തെ അല്ലെങ്കിൽ ആ കാറിനെ നമുക്ക് എന്താക്കി എടുക്കാൻ പറ്റും, പോയിന്റ് ഒബ്ജക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ചിന്തയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പോയിന്റ് ഒബ്ജക്റ്റ് ആവുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ വഴിയാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറഞ്ഞ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. മോഷൻ ആൻഡ് റസ്റ്റ് എന്താണെന്ന് ചോദിച്ചല്ല, ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങ് എഴുതി കൊടുക്കുക. ഇഫ് എ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇറ്റ്സ് സെറ്റ് ടു ബി മൂവിങ്, അതർവൈസ് ഇറ്റ് ഈസ് അറ്റ് റസ്റ്റ്. അതായത് ബോഡിയുടെ പൊസിഷൻ സമയത്തിനനുസരിച്ചിട്ട് മാറുകയാണെങ്കിൽ ഓക്കെ, നമുക്കതിനെ മോഷൻ എന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, റസ്റ്റ് എന്ന് വിളിക്കാം. അപ്പം ഈ സ്റ്റേറ്റ്മെന്റും കൂടെ ഓർത്ത് വെക്കണം. മോഷൻ ഓർ റസ്റ്റ് ഈസ് ഓൾവേസ് റിലേറ്റീവ് ടു ദ ഒബ്സർവർ. സോ ദാറ്റ്സ് ഐ മെൻഷൻ യു അബൌട്ട് ദി റെഫറൻസ്. അതായത് ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ആരാണ്, റെഫറൻസ് ആണ് കേട്ടോ. ആ റെഫറൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ പറ്റും ദർ ഇസ് നോ മീനിങ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ വിത്തൗട്ട് ദി ഒബ്സർവർ ഓർ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, വാട്ട് ഐ മീൻ. ആൻഡ് നൗ ഇനി ഈ ചാപ്റ്ററിൽ മോഷൻ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പം നമുക്ക് കുറച്ച് എന്താണ് വാരിയബിൾസ് പഠിക്കേണ്ടതുണ്ട്. വാരിയബിൾസ് എന്ന് പറഞ്ഞാൽ സം സോർട്ട് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പഠിച്ച ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് നിങ്ങൾ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ വാരിയബിൾസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 2 ക്വാണ്ടിറ്റീസാണ് ഡിസ്റ്റൻസും എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റും. കാരണം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് 2 പോയിന്റുകൾക്കിടയിൽ ഏതെങ്കിലും 2 പോയിന്റുകൾക്ക്, ഫോർ എക്സാമ്പിൾ ഇതൊരു പോയിന്റാണ്, ഇത് മറ്റൊരു പോയിന്റാണ്. ഞാനിതിനെ എ എന്നും ഇതിനെ ഞാൻ എന്താണ് ബി എന്നും റെപ്രസെൻ്റ് ചെയ്തു. എന്നിട്ട് ഞാനിതാ എ എന്ന് ബിയിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള റോഡുകൾ പോലെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് അറിയാലോ, നമ്മുടെ ഒരു റോഡിൻ്റെ കുന്നും മലകളും എല്ലാം കൂടിയായിട്ട് തിങ്ങി നിറഞ്ഞൊരു സ്ഥലം. അപ്പോൾ ഇവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ട്രെയിറ്റ് ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അങ്ങനെ ഒരു റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, എക്കും ബിക്കും ഇടയിൽ നമ്മൾ സഞ്ചരിച്ചു എന്ന് പറയുന്ന, ട്രാവൽ ചെയ്തു എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദി പാത്താണ് എന്ത്, ഡിസ്റ്റൻസ് ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ എക്കും ബിക്കും ഇടയിൽ നമ്മൾ നോക്കുമ്പം ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. നിങ്ങളിതാ ഇങ്ങനെയൊരു സാധനം കാണുന്നുണ്ട്, കണ്ടോ? ഇങ്ങനെ നമുക്ക് പോകാൻ സാധിച്ചാലുള്ള ഗുണം എന്താ, നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർ ജോഗ്രഫി നോട്ട്സ് ഓക്കെ അലോയിങ് അസ് ടു ട്രാവൽ ലൈക്ക് ദിസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജേർണിയിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ്. എന്നാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊരു ട്രാജക്ടറിയും കൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള ഷോർട്ടസ്റ്റ്. അപ്പം നിങ്ങൾ ആലോചിക്കും, ശരിയാ, ഫ്ലൈറ്റിൽ പോയാൽ ഏകദേശം ഇങ്ങനെയല്ലേ ആവുക? ഓഫ് കോഴ്സ് അത് തന്നെയാണ് കാരണവും. ഫ്ലൈറ്റ് ജേർണി ഫാസ്റ്റസ്റ്റ് ആണ് അല്ലേ? എന്ത് കാരണം കൊണ്ടാ? ഫ്ലൈറ്റ് എങ്ങനെയാണ് പോണത്? ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന 2 പോയിന്റുകൾക്കിടയിൽ സംവാട്ട് സ്ട്രെയിറ്റ് ആണ്. വിമാനം ഒരിക്കലും നേരെ അങ്ങ് പൊങ്ങി നേരെ അങ്ങ് പോയി ലാൻഡ് ചെയ്യല്ല, അത് കറങ്ങി തിരിഞ്ഞു വയ്ക്കാൻ മേലോട്ട് എത്തുന്നത്. പക്ഷെ അത് നമ്മൾ നോക്കണ്ട. ആ ഒരു മിനിറ്റ്സ് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള മൊത്തം ജേർണി സ്ട്രെയിറ്റ് തന്നെയാണ്. അപ്പോൾ സംവാട്ട് സ്ട്രെയിറ്റ് ആണ് ഫ്ലൈറ്റ്സിൻ്റെ ഒക്കെ ജേർണി. അതുപോലെ തന്നെ നമുക്ക് ട്രെയിൻ യാത്ര നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. അവിടെയും നമ്മൾ കാണുന്ന അഡ്വാൻറ്റേജ് എന്താണ്? പല അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അതിൽ ചില അഡ്വാൻറ്റേജുകൾ സ്പെസിഫിക് ആണ്. ടൈം അല്ലേ, ബസ്സിനേക്കാളും വേഗത്തിൽ ട്രെയിനിനെത്താൻ സാധിക്കും. അപ്പോൾ എങ്ങനെ അത് സാധിച്ചു എന്ന് ചോദിച്ചാൽ അവിടെയും നമ്മൾ കാണുന്നത് സംവാട്ട് സ്ട്രെയിറ്റ് ആണ് റെയിൽവേ ട്രാക്കുകളും അല്ലേ. അപ്പം അതായത് ഇപ്പം ഡൽഹിയിൽ നിന്നും നമുക്ക് തൃശ്ശൂരോട്ട് എന്ത് ചെയ്യണം, ഒരു ട്രെയിൻ യാത്ര നമ്മൾ ചിന്തിക്കുമ്പോൾ നേരെ ഡൽഹിയിൽ നിന്നും തൃശ്ശൂരേക്ക് ഒരു സ്ട്രെയിറ്റ് ട്രാക്കാണോ? അല്ല, സംവാട്ട് അവിടെയും ഇവിടെയൊക്കെ എന്തുണ്ട്, ടേണിങ്സ് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ റോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, റോഡ് ഭയങ്കര കർവുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും ഒരു ഷോർട്ടസ്റ്റ് ജേർണി പോസിബിൾ ആവുന്ന രീതിയിൽ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വഴിയാണ് നമ്മൾ എന്താക്കുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കുന്നത്,
അവതരിപ്പിക്കുന്നത്. ഈ വഴിയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുക. അപ്പം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ദി പാത്ത് ഫോളോഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ ഡയറക്ഷൻ ഓഫ് മോഷൻ നോക്കരുത്, എന്നാൽ ഇവിടെ നിങ്ങൾ എന്ത് നോക്കും? ഡയറക്ഷൻ ഓഫ് മോഷൻ നോക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 2 പോയിന്റുകൾക്കിടയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് നമുക്ക് എന്ത് വിളിക്കാം? ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് ഇവിടെ ഡയറക്ഷൻ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എന്താണ്? സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡിസ്പ്ലേസ്മെന്റിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഡിസ്റ്റൻസിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. ഇനി നിങ്ങളോട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ഒരു ചോദ്യമാണ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്, പ്രൂവ്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജനറലി ഫിസിക്സിന്റെ ഭാഷയിൽ നമുക്കതെന്താണ്? നമുക്കിങ്ങനെ പറയാം, ഇറ്റ്സ് ലെങ്ത് അല്ലേ? ലെങ്ത് ആണ്. ഡിസ്പ്ലേസ്മെന്റോ? ദാറ്റ് ഓൾസോ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. സോ ദിസ് ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ അല്ലേ? അപ്പം ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി, സാമ്യത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടും എന്താണ്? ലെങ്ത് തന്നെയാണ്. ഓക്കെ, രണ്ടിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. ഓക്കെ, അതാണ് സാമ്യതകൾ. ഇനി എന്താണ് ഡിസിമിലാരിറ്റി, ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഒന്ന് ലെങ്ത് ഓഫ് ദ പാത്ത് ആണ് ഇറസ്പെക്റ്റീവ് ഓഫ് ഡയറക്ഷൻ ഓഫ് മോഷൻ, വിച്ച് മീൻസ് ഡിസ്റ്റൻസ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. മനസ്സിലായോ? സോ ദാറ്റ്സ് അബൌട്ട് ദീസ് 2 ക്വാണ്ടിറ്റീസ്.